ചായ കുടിക്കേ. അയ്യേ, ഈ ചുരിദാർ അപ്പടി അഴുക്കാണല്ലേ. ചേച്ചി ആകപ്പാടെ ഈ ഒരു ഡ്രസ് മാത്രമേ കൊണ്ടുവന്നുള്ള. ഏതിനും ചായ കുടിക്ക്. തൽക്കാലം നമുക്ക് വേറെ പണി ഒപ്പിച്ചളേ. അയലെന്താ? തുണികൾ. തുണികളാണെന്ന് എനിക്കും അറിയാം. എന്ത് തുണികൾ? ചുരിദാറും കമ്മീസും ഉണക്കാനിട്ടിരിക്കുന്നു. അതിനെന്താ? ആ വീട്ടിൽ ചുരിദാറും കമ്മീസും എങ്ങനെ വന്നു? ഈശ്വർ സാറിന്റെ അമ്മ വന്നിട്ടുണ്ടാവും. അയ്യോ, ഒരു രക്ഷയില്ല. ഈശ്വർ സാറിന്റെ അമ്മ, അതും 10-60 വയസ്സ് കഴിഞ്ഞ് നാട്ടുമ്പുറത്തുകാരി, ചുരിദാറും കമ്മീസിലും. വെറുതെ ഇല്ല സക്കീർ സാർ ഇടയ്ക്കിടയ്ക്ക് ട്യൂബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശുദ്ധ മലപ്പുറം എന്ന് വിളിക്കാറുണ്ട്. ഞാനും ഒരു പേരിടാം. അയ്യടാ, ഞാനേ ദേ വരുന്നു. CID വർക്ക്. രാമോ ചായ. നിന്നോട് ആര് പറഞ്ഞു നീ ഉടുപ്പെടുത്താൻ? പഴയതാണെന്ന് പറഞ്ഞിട്ട് രാമു എടുത്തു തന്നതാ. അപ്പൊ നിന്റെ ഡ്രസ് എന്തി? എന്റെ ഡ്രസ് കഴുകി പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. പുറത്തുണക്കാനിട്ടിരിക്കുന്നോ? പോയെടുത്തോ. അല്ലെങ്കിൽ നീ പോണ്ട. നിന്നെ പുറത്ത് കണ്ടുപോരുത്. എടാ രാമോ. രാമു മാർക്കറ്റിൽ പോയി. ഒയ്യോ, ബന്ധുവാ? ഭാര്യ? 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 ചേച്ചി. ബിൻസി, ആ കൊരങ്ങന്മാരെ എവിടെങ്കിലും കണ്ടോ? ആരെ? ആ കൊക്കു തോമസും ഗ്രൂപ്പും. അവർക്കിന്ന് ഓഫാ. എവിടെയെങ്കിലും കറങ്ങി നടക്കണുണ്ടാവും. എന്താ കാര്യം? അത് നിങ്ങളടുത്ത് പറഞ്ഞാലൊന്നും ശരിയാവില്ല. ഞാൻ പോണു. നിങ്ങൾ ഞാൻ എവിടെയൊക്കെ തേടിയെന്നറിയോ? എന്താ പ്രശ്നം? ഈശ്വർ സാറിന്റെ വീട്ടിൽ ഒരാറ്റൻ ചരക്കിനെ കണ്ടു. ചരക്കോ? അതെ. അയ്യോ, ഇതിനെ വിശ്വസിക്കല്ലേ, കംപ്ലീറ്റ് നുണയാണ്. അയ്യോ സത്യം, എന്റെ 2 കണ്ണാണ് സത്യം. ഞാൻ കണ്ടതാ. നല്ല സുന്ദരി കുട്ടി. വെറുതെ അല്ല ഞാൻ വളച്ചിട്ട് ഓടിയാത്തത്. ഇനി വല്ല റിലേറ്റീവ് ആയിരിക്കോ? പിന്നെ റിലേറ്റീവ് അല്ലേ സാറിന്റെ ലുങ്കിയും ജുബയും ഉടുത്ത് നിൽക്കുന്നത്. എന്നാ പിന്നെ ആരായിരിക്കും? അന്വേഷിച്ചു കണ്ടുപിടിച്ചോളൂ. ഞാൻ പോണു. ബൈ. अरे क्या बात है? और एक चौकरी. चौकरी. अरे बाप रे, वो भी मद्रासी. മദ്രാസി എന്ന് പറയുമ്പോ തനിക്ക് എന്തോ അത്ര ദേഷ്യം? ഏയ് ദാസേ. ഞാനാ? Come on. എന്താണ്? എവിടുന്ന് ഒപ്പിച്ചു അന്യനാട്ടിൽ ഇങ്ങനെ ഒരു ചരക്കിനെ? ചരക്കോ? ഞാനോ ഒപ്പിച്ചെന്ന്? ശ്രദ്ധ എന്തായി പറയുന്നേ? നീയല്ലേ എന്ന് പറഞ്ഞത് ഈശ്വർ സാറിന് ഒരു പെണ്ണിന്റെ മുമ്പേ മുട്ടുകുത്തിക്കുന്നു. അതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ പെണ്ണിന്റെ ഐഡന്റിറ്റി സർ കണ്ടുപിടിക്കുന്നവരെ നീ സേഫ്. കണ്ടുപിടിച്ചാൽ ആ നിമിഷം നിന്റെ കാര്യം. അയ്യോ സത്ത, ഞാൻ പറയുന്നു സത്യക്ക് എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്താ ഒന്നും പറയണ്ട, ഓരോ കുരിശ്. ഒന്ന് എനിക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ഈശ്വർ സാറിന്റെ വീട്ടിലൊരു പെണ്ണ്. പെണ്ണാ? എവിടെ? അയ്യടാ, ഈശ്വർ സാറിന്റെ വീട്ടില്.
ഈശ്വർ സാറിന്റെ വീട്ടിൽ പെണ്ണ. അവിടെ പെണ്ണുമില്ല, പെടക്കോഴിയില്ല. ഇത് ചോദിക്കാനാ നീ പാതിരാത്രി എന്നെ വിളിച്ചോത്തിയത്? ആര് പറഞ്ഞു? അവിടെ പെണ്ണുണ്ട്, നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഓണം വിളിച്ചിരുന്നു ഒത്ത വിളിക്കുക. ആണുങ്ങളായ ചിലപ്പോ പെണ്ണുങ്ങൾ ഉണ്ടാവും. നിനക്കെന്താ നഷ്ടം? നീ കിടന്നുറങ്ങാൻ നോക്ക്. ലക്ഷ്മി എന്നവളുടെ പേര്. വക്കയിലൊരു കസിന. എറണാകുളത്ത് എന്റെ വീടിനടുത്ത് തന്നെ താമസം. ഇവിടെ അടുത്ത ഏതോ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. കഴുത. ട്രെയിനിൽ വെച്ച് ബാഗും പേഴ്സും ഒക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഓർമ്മയിലുള്ള എന്റെ അഡ്രസ് വെച്ചാ വീട് കണ്ടുപിടിച്ചത്. എന്നാലും വീട്ടുകാർ ഒറ്റയ്ക്ക് ആ പെണ്ണിനെ ഇത്ര ദൂരം അയച്ചല്ലോ. അത് ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ അവള് പറയാ ഒറ്റയ്ക്ക് വന്നാൽ എന്താണെന്ന്. ഇപ്പോഴത്തെ പെൺകുട്ടിയുടെ കാര്യേ. നിന്റെ റിലേറ്റീവ് വരുത്തിയുണ്ടല്ലോ ഒരു കാന്താരി ശ്രദ്ധ. അവളെന്താ മുതല്? प्लटी कर दिया जी साहब। ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. മറുപടി ഒന്നും വന്നില്ല. എന്നാ അവളെ ഒറ്റയ്ക്ക് വിട്ടാലോ? അത് ഞാൻ അവളോട് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ ഇപ്പൊ അവക്കൊരു പേടി. ഏതായാലും സാർ അവൾക്ക് 2 ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. എത്ര ദിവസമാ അതേ ചുരിദാറും ലുങ്കിയും ആ ജുബ്ബ ഇട്ടുകൊണ്ട്. सारी स्कर्ट्स, ब्लाउज और क्या साहब? और क्या साहब? ये ब्रेसियर। हाँ। व्हाट्स द साइज सर? ये ब्लाउज का साइज। ഈശ്വർ സാർ ലേഡീസ് ഷോപ്പിലോ? ഇത് ഫ്ലാഷ് ചെയ്യേണ്ട ന്യൂസ് ആണല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ടെങ്കിലും തങ്കപ്പെട്ട മനസ്സാ സാറിൻ്റെത്. ഈ കാണുന്ന ദേഷ്യമൊക്കെ അപ്പോഴത്തേക്കേ ഉള്ളൂ. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഉപദേശിക്കാറുണ്ട് ഈ സ്വഭാവമൊക്കെ മാറ്റണോന്നെ. സാറിന്റെ ജീപ്പില്ല. അപ്പൊ സാറില്ല, ഷുഗറാണ്. അയ്യാ, അപ്പൊ ചരക്കിനെ കാണാൻ പറ്റുമോ? കണ്ടെങ്കിൽ കൊണ്ടിട്ടാ പോകും. അല്ല, ഉണ്ടായി കണ്ടിട്ടാ പോകുന്നു. അല്ല, കമ്പി മുള്ള്. എന്തിനാ കമ്പി കയറി പിടിക്കാൻ പോയത്? പിടിച്ചെടുത്തോണ്ട് കമ്പി വെച്ചിട്ടല്ലേ? പോളോ പോളോ നീ. ആ കഥയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വാ, വാ. അങ്ങോട്ടൊക്കെ പോകില്ലേ? എവിടെ നോക്കിയാൽ നടക്കുന്നത്? ഞാൻ അയ്യോ, എന്റെ ദൈവമേ, ആ കുരങ്ങൻ മരുന്നാ വരുന്നുണ്ട്. ചേച്ചി അകത്ത് പോ, അകത്ത് പോ. ചേച്ചി അകത്ത് പോകാൻ വെളിയിൽ കാണരുത്. മൂത്ത് കൂടില്ല. സൂചിച്ച് അകത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ കണ്ണട മാറ്റണം. അതെന്റെയാടാ. അയ്യോ, ഈശ്വർ സാറ്. പറഞ്ഞപ്പോഴേക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവിടെ പെണ്ണുണ്ടെന്ന്. എന്താ എല്ലാരും കൂടെ? എന്താന്നാ ചോദിച്ചത്? सर കുച്ച് കേ? सर ചില ഡൗട്ട്സ് ചോദിക്കാനുണ്ടായിരുന്നു സർ. ഡൗട്ട്സ് ഒക്കെ ഓഫീസിൽ വന്നിട്ട് മതി. സാർ, നാളെ സൺഡേ ആണ് സാർ. സൺഡേ കഴിഞ്ഞാൽ മൺഡേ ഉണ്ട്. പോണം സാർ. എടാ പ്രാ, ആരാടാ അത് പറഞ്ഞത്? ഞാൻ ബ്രാസീൽ വാങ്ങിച്ച ആർക്കാടാ നഷ്ടം? നിനക്കാണോ? നിന്റെയൊക്കെ അവളമാർക്കല്ലോ വാങ്ങിച്ചത്. ദാസാ, നീയാ പറഞ്ഞതെന്ന് എനിക്കറിയാം. നിന്റെ വെള്ളത്തിൽ എന്റെ അടുത്ത് വേണ്ട. സാർ, ഞാൻ ഈ ബ്രാന്ന് പറഞ്ഞത് സാർ, ആ ലൈറ്റിന്റെ ബ്രാക്കറ്റ് പോയി കിടക്കുകയാണ്. ഇലക്ട്രീഷ്യനെ വിളിച്ച് നന്നാക്കാൻ രാമുവിനോട് പറയത്. പോ, കമോൺ ഗോ. പോണം. സാർ, ശ്രാദ്ധം ഞാൻ കഴിച്ചു. എടാ രാമു, ആരുടെ ശബ്ദമാണല്ലോ? ഇവിടെ നിൽക്കായിരുന്ന ഞാനിത് എവിടെ എല്ലാം തിരക്കി. കുഴപ്പമായി, ആകെ കുഴപ്പമായി. എന്താടാ? നാട്ടിലുള്ള അമ്മാവനും അമ്മായും വന്നിട്ടുണ്ട്. അവർക്ക് കാശിക്ക് പോയെന്നുള്ള അമ്മ എഴുതിയിരുന്നത്. തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞുള്ള മടക്കത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അമ്മ കൊടുത്ത കൊണ്ടാട്ട അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
ആരാണ് ഒന്നിന് പുറകെ വേറൊന്ന് ഒഴിയാബാധ പോലെ. എന്ത്? അവരവിടെ കണ്ടോടാ. കണ്ട്. എന്നിട്ട് എന്നോട് ഇവളാരാണ് അതൊക്കെ? എന്ന് നീ പറഞ്ഞു? ഞാൻ പറഞ്ഞ പേര് മഹാലക്ഷ്മിയാണ്. സാറിന്റെ ഭാര്യയല്ല. ഭാര്യയല്ല, ആരുമല്ല. ഒരു ആപത്ത് വിട്ടപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടെന്നാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ മാറ്റി പറയാം. പക്ഷെ ഞാൻ പറഞ്ഞൊന്നും അവർക്ക് വിശ്വാസമായിട്ടില്ല കേട്ടാ. എങ്ങനെ വിശ്വസിക്കും? സ്ത്രീകൾ ആപത്തുപ്പെടുമ്പോ രക്ഷിക്കാൻ നീ ആര്? ഭഗവാൻ ശ്രീകൃഷ്ണനാ? അല്പം കൂടി വിശ്വസിക്കാവുന്ന തരത്തിലുള്ള കഥ ഉണ്ടാക്കാമായിരുന്നില്ലേ നിനക്ക്? 10-30 കൊല്ലായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ അങ്ങനെ വേറൊരു മണ്ടനാക്കല്ലേ മോനെ. നാത്തു മോനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുമ്പോ വിമാനം പറക്കട്ടെ, മേടം വരട്ടെ, ചിങ്ങം കഴിട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറിയത് എന്തിനാണെന്നേ ഇപ്പൊ അമ്മാവന് മനസ്സിലായ? എത്ര പ്രാവശ്യം ഞാനും അവള് ഇവനോട് ചോദിച്ചതാ മനസ്സിലാരെങ്കിലും ഉണ്ടോന്ന്. അന്നൊക്കെ അമ്മ നിശ്ചയിക്കുന്ന പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കൂന്നായിരുന്നല്ലോ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇങ്ങനെയൊന്നും മനസ്സിലുള്ള കാര്യം നമ്മളോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കില്ലേ നാത്തൂനെ കൊണ്ട്? അമ്മാവനും അമ്മായി എന്ത് മനസ്സിലാക്കിയിട്ടായി പറഞ്ഞു കൂട്ടുന്നത്? ഈ പെണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യ. വിശ്വാസമല്ലേ? അവളോട് ചോദിച്ചു നോക്ക്. നീ ഒന്നും പറയണ്ട. വെറുതെ കള്ളം പറഞ്ഞിട്ട് എന്തിനാ പാപം വലിച്ചു കൂട്ടുന്നത്? ജീരക വെള്ളം ഞാൻ അങ്ങോട്ട് കൊടുക്ക. നിന്ന് വേർക്കുന്നുണ്ടില്ലേ വെള്ളം. ഞാനെന്ത് ചെയ്ത്? ഇതാപ്പ നന്നായത്. അങ്ങാടി തോറ്റേനെ അമ്മോടൊന്ന് പറഞ്ഞ കണക്ക്. ആ പറ്റേ ഇന്നലെ അമ്മായി പറഞ്ഞൊന്നും നീ കാര്യാക്കരുത് കേട്ടാ. എത്രയും പെട്ടെന്ന് നിന്നെയും കൊണ്ട് നാട്ടിലേക്ക് വരാൻ ഞാൻ അവനോട് പറയാം. ഇങ്ങോട്ട് വരുമ്പോ ഈ പെട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അമ്മാവനാണ്. ഇത് പുറകിലേക്ക് വെച്ചോളൂ. ഓ, മുമ്പിൽ വെക്കാൻ പറ്റൂലല്ലോ, ബോണറ്റല്ലേ. ആ ഏതായാലും നടക്കണ്ടൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും വേഗം നീ അവളെയും കൊണ്ട് നാട്ടിലേക്ക് വരിക. നിന്റെ അമ്മ ഞങ്ങൾ എങ്ങനെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. അമ്മ എന്ത് മനസ്സിലാക്കട്ടെ ഈ പറയുന്നേ? വെറുതെ നീ ഇരുട്ടോണ്ടോ ഓട്ടോ അടയ്ക്കാൻ നോക്കണ്ട. മനസ്സിലാക്കണ്ടൊക്കെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെ എന്തെടുക്കുക? സമയായി. ആ ഞാനേ വന്നു. ദേ മോനെ ട്രെയിനിന് സമയം. വേം വാ. അമ്മായി പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ? മനസ്സിലാക്കേണ്ടതൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്. ഇതുവരെ ഇവിടെ അറിയുള്ളൂ, ഇനിയിപ്പോ നാട്ടിലും. തൃപ്തിയായില്ല നിനക്ക്? പലവട്ടം വിവാഹം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചിട്ട് ഒഴിഞ്ഞു മാറിയതാ ഞാൻ. എയർഫോഴ്സും റിസർച്ചും മാത്രമായിരുന്നു മനസ്സിലാകെ. അവസാനം അമ്മയുടെ നിർബന്ധം സഹിക്കാതായപ്പോ അമ്മ നിശ്ചയിക്കുന്ന ഏത് പെണ്ണിനെയും വിവാഹം കഴിച്ചോളാന്ന് ഞാൻ വാക്കും കൊടുത്തു. പുക കണ്ടാലേ ആളിക്കെത്തുന്ന തീയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില എന്റെ അമ്മ. ഇവിടെ കണ്ടത് ഇരട്ടിയാക്കിയുള്ള അമ്മയുടെ വിവരണം കൂടെ കേൾക്കുമ്പോ ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തു ഈ ശിക്ഷ അനുഭവിക്കാൻ? ആ സാറ് വരുന്നു. സർ, എനിക്ക് സ്നേഹം നൽകിയവർക്കൊക്കെ ദുഃഖമേ ഞാൻ തിരിച്ചു നൽകിയിട്ടുള്ളൂ. ഞാൻ കാരണം അങ്ങയുടെ സ്വസ്ഥത നശിച്ചു. ഏറെ അപമാനം സഹിക്കേണ്ടി വന്നു. ഇനിയും അങ്ങയ്ക്കൊരു ഭാരമായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. ഇത്രയും നാൾ എന്നോട് കാണിച്ച അനുകമ്പയ്ക്ക് നന്ദി. ഞാൻ വിട പറയുന്നു. ലക്ഷ്മി.
എറടി ഇറങ്ങടി. तुमको दिया हुआ मोहलत खत्म हो गया। रेड अलर्ट के पेपर्स कहाँ हैं? माफ करना, मुझसे ये काम नहीं हो सकता. പിന്നെ നിന്നെ എന്തിനാടി അവന്റെ അടുത്ത് അയച്ചത്? സുഖിച്ച് താമസിക്കാനാ? എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. സാധിക്കണം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ കുഞ്ഞിനെ മറക്കേണ്ടി വരും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, പ്ലീസ്. जावेद, बच्ची को दिखाओ. നിനക്ക് 10 ദിവസം കൂടി സമയം തരുന്നു. അതിനുള്ളിൽ നിന്നെ ഏൽപ്പിച്ച ജോലി നീ തീർത്തില്ലെങ്കിൽ എന്നേക്കുമായി കുഞ്ഞിനെ മറന്നോ. അയാളോടൊപ്പം നിന്ന് ഞങ്ങളെ ഒറ്റുകൊടുക്കാമെന്ന് ചിന്തിച്ചാൽ പോലും നിന്റെ കുഞ്ഞിനെ നീ പിന്നെ കണി കാണില്ലെന്ന് ഓർപ്പിച്ചോ. സാറേ, സാറേ, ആ ഇവിടെ ഇരിക്കായിരുന്ന ചേച്ചി അവിടെ ഒന്നും ചെന്നിട്ടില്ല. അതിന് ഭയങ്കരമായിട്ടല്ലേ വഴക്ക് പറഞ്ഞത്. അതിന്റെ വിഷമം കാണും. എന്റെ ദൈവം ഇനി വല്ല കടുങ്ങയും കാണിക്കുന്ന എന്റെ പേടി. എന്തായാലും നേരെ എത്രയല്ലേ ആയുള്ളൂ. നമുക്ക് ടൗണിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഞാൻ നോക്കാം. സാറ് എന്ന് ഒന്നും മിണ്ടാതെ പോവാണ്. സാറിനൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. ലക്ഷ്മി, നീ എന്തായി കാണിച്ചത്? ഊരും ഭാഷയൊന്നും അറിയാത്ത നീ ഇവിടെ എന്ത് ചെയ്യാൻ? എല്ലാരും കൂടെ ഒരു മനുഷ്യനിട്ട് വട്ടുപിടിപ്പിച്ച ഞാൻ എന്ത് ചെയ്യും? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അതിന് പറഞ്ഞെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ആരും വരാത്തതിൽ ദുഃഖമൊന്നും വേണ്ട. വരുന്നില്ലെങ്കിൽ വേണ്ട. വാ, നമുക്ക് പോവാം. പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പൈസ വേണം. കഴിഞ്ഞ ദിവസമല്ലേ നീ 100 രൂപ വാങ്ങിച്ചത്? രൂപയ്ക്കൊക്കെ ഇപ്പൊ പഴയ പോലെ വില ഇരിക്കുന്ന. 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 10 രൂപയ്ക്കല്ലേ ഉള്ളൂ. അതുപോലെ ഇപ്പൊ ഇവിടെ ആളുടെ എണ്ണം കൂടിയില്ലേ. ഇതിലിത്ര ആലോചിക്കാൻ തിരിക്കുന്നത്. കാശെടുത്താറ് 200. ആ ലക്ഷ്മിക്ക് വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുത്തേക്ക്. അതിന് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. അവള് ചോദിക്കുവോ? നീ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ട വല്ലതും വേണമെന്ന്. ഇനി ഞാൻ എപ്പോഴും ചോദിക്കാം, വല്ലതും വേണോ വല്ലതും വേണോ. എപ്പോഴും ചോദിക്കണ്ട. എന്നാ വല്ലപ്പോഴും ചോദിക്കാം, വല്ലതും വേണോന്ന്.
ലക്ഷ്മി 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 എന്തോ ലക്ഷ്മിയാണോ എന്റെ സ്റ്റഡി റൂമിലെ അലമാര തുറന്നത്? മുറി വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ മേശപ്പുറത്തിരുന്ന ബുക്സും ഫയൽസും മറ്റും അതിൽ വെക്കാൻ വേണ്ടി ഞാൻ ആകെ പേടിച്ചു പോയി. വല്ല കള്ളന്മാരെ മറ്റായിരിക്കുന്നു വിചാരിച്ചു. അതുകൊണ്ടാണ് ഓടിക്കരച്ച് വന്നത്. ആ അൽമാരയിൽ അലാമുണ്ട്. അത് ആര് തുറന്നാലും എനിക്ക് സിഗ്നൽ കിട്ടും. രാമ വന്നില്ലേ? ഇല്ല. പിന്നെ ഒറ്റയ്ക്കാവുമ്പോ സൂക്ഷിക്കണം. വാതിലൊന്നും തുറന്നിടരുത്. ഞാൻ മറ്റേ